ആനന്ദ് മഹീന്ദ്ര നമുക്കറിയപ്പെട്ടൊരു വ്യവസായിയാണ്. നന്മ നിറഞ്ഞവൻ ആനന്ദ് മഹീന്ദ്ര എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാനാണ് അദ്ദേഹം. പലപ്പോഴും അദ്ദേഹം വാർത്തകളിൽ നിറയാറുമുണ്ട്. കുറച്ചു കാലം മുമ്പാണ് മഹാരാഷ്ട്രയിലെ ലോഹപ്പണിക്കാരനായ ദത്താത്രേയ് തൻ്റെ മകനു വേണ്ടി പഴയ വാഹനങ്ങളുടെ സ്ക്രാപ്പ് ഉപയോഗിച്ച് ഒരു ചെറിയ ജീപ്പ് ഉണ്ടാക്കി. ഈ വാർത്ത വളരെ പോപ്പുലറായി, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വൈറലായി. ഈ വാർത്തയും അതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായ നേരം ആനന്ദ് മഹീന്ദ്ര അത് കണ്ടു. ദത്താത്രേയുടെ കഴിവിനെയും കഠിനാധ്വാനത്തെയും ഇദ്ദേഹം വളരെ അഭിനന്ദിച്ചു. പക്ഷേ പൊതുനിരത്തിലൂടെ ഇത്തരമൊരു വാഹനം ഓടിക്കുന്നത് ഒരിക്കലും സുരക്ഷിതമല്ല, അത് നിയമപരമല്ല എന്ന് ആനന്ദ് മഹീന്ദ്ര മനസ്സിലാക്കി. അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ വണ്ടി കൊണ്ട് അദ്ദേഹം നിരത്തിലിറങ്ങും, പൊതുജനങ്ങൾക്ക് അത് പ്രശ്നമാകും, ഇദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിയും അപകടത്തിലാകും എന്ന് വണ്ടിയെക്കുറിച്ച് നല്ല ബന്ധമുള്ള ആനന്ദ് മഹീന്ദ്ര മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് തീരുമാനിച്ചു, ആ ജീപ്പിന് പകരം പുതിയൊരു മഹീന്ദ്ര ബൊലേറോ വാഹനം ദത്താത്രേയ്ക്ക് കൊടുക്കുക. അദ്ദേഹം ആനന്ദ് മഹീന്ദ്ര സമ്മാനമായിട്ട് ഈ വണ്ടി അദ്ദേഹത്തിന് കൊടുത്തു. തീർന്നില്ല, പുതിയ ബൊലേറോയ്ക്ക് പകരമായി ദത്താത്രേയ ഉണ്ടാക്കിയ ആ ജീപ്പില്ലേ, അത് ആനന്ദ് മഹീന്ദ്ര വാങ്ങി. എന്നിട്ട് ആ വാഹനം ചെന്നൈയിലെ മഹീന്ദ്ര റിസർച്ച് വാലിയിൽ സ്ഥിരം പ്രദർശന വസ്തുവാക്കി ആളുകളെ കാണിക്കാൻ വേണ്ടി. അതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ദത്താത്രേയ നിർമ്മിച്ച ഈ വാഹനം പുതിയ കാല എഞ്ചിനീയേഴ്സിന് ഒരു പ്രചോദനമാകണം. അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് റിസർച്ച് വാലിയിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതായിരുന്നു ആനന്ദ് മഹീന്ദ്രയുടെ നിലപാട്. പുതിയ തലമുറയിൽപ്പെട്ട പല യുവാക്കളും സർവ്വ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ജോലി ചെയ്യൂ എന്ന് വാശി പിടിക്കുന്നവരാണ്. എനിക്കതില്ല, ഇതില്ല, മറ്റതില്ല എന്നൊക്കെ പറഞ്ഞവർ പറയും. അതൊരു തെറ്റായ സമീപനമാണ്. വലിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ വലിയ സംവിധാനങ്ങൾ വേണമെന്നത് തെറ്റിദ്ധാരണയാണ്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്, അതല്ലേ സംഭവം. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിൻ്റെ വഴി നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സൗകര്യങ്ങളും ആർഭാടവുമല്ല നമ്മളെ നല്ല വഴിയിലേക്ക് നയിക്കുക. അത് ചെയ്യാനുള്ള ഒരു മനക്കട്ടിയും മനധൈര്യവും ആത്മവിശ്വാസവുമാണ്. അപ്പോൾ ആത്മവിശ്വാസവും അതുപോലെ തന്നെ എന്ത് പ്രതികൂല സാഹചര്യത്തെയും കടന്നു പോകാനുള്ള ഒരു ധൈര്യവും നമുക്കുണ്ടാകട്ടെ എന്നൊരു നല്ല ചിന്തയോടെ നമുക്ക് മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.